നിഗംബോധ് ഘട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എന്നിവർ എത്തി പുഷ്പചക്രം സമർപ്പിച്ചു പ്രണാമം അർപ്പിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയ സംസ്കാര ചടങ്ങുകൾ. ത്രിവർണ്ണ പതാക ഡോക്ടർ സിംഗിന്റെ മൃതശരീരത്തിൽ അദ്ദേഹത്തെ പുതപ്പിക്കുകയാണ്. ത്രിവർണ്ണ പതാക രാജ്യത്തിന്റെ ആദരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഓർമ്മയാകുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗ് വിട പറയുമ്പോൾ രാജ്യത്തിന് മുന്നിൽ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിത്തറ പാകിയ നവീനമായ ആശയങ്ങൾ അവതരിപ്പിച്ച ഉദാരീകരണത്തിന്റെ ഉപജ്ഞാതാവ് എന്ന മേൽവിലാസം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഇപ്പോൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. ത്രിവർണ്ണ പതാക അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് മേൽ പുതപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനുശേഷം ആണ് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. നിഗംബോധ് ഘട്ടിൽ സംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക്, അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ സിംഗ് ഇനി നമ്മുടെ എല്ലാം മനസ്സിലെ ഓർമ്മയായി അവശേഷിക്കും. ഇന്ത്യയുടെ സമ്പദ്ഘടനയെ അതിന് പുതിയ ദിശാബോധം നൽകിയ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ധനമന്ത്രി എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ സിംഗിന്റെ മികവും മേന്മയും അടയാളപ്പെടുത്താൻ പോകുന്നത്. 2 വട്ടം ഒരു ടേം പൂർത്തിയാക്കി തൊട്ടടുത്ത വട്ടം വീണ്ടും പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞ ഒരാൾ എന്ന സവിശേഷതയും ഡോക്ടർ സിംഗിനുണ്ട്. പണ്ഡിറ്റ് നെഹ്റുവിന് ശേഷം ചരിത്രം ഒരുപക്ഷെ ഡോക്ടർ പണ്ഡിറ്റ് നെഹ്റുവിനെയോ ഇന്ദിരാ പ്രിയദർശിനിയോ രാജീവ് ഗാന്ധിയോ വിലയിരുത്തിയതുപോലെ ഒരു ജനപ്രിയ നേതാവ്, ജനകീയ നേതാവ് എന്ന അർത്ഥത്തിലായിരിക്കില്ല. മറിച്ച് സാമ്പത്തിക വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ ഡോക്ടർ സിംഗിൻ്റെ ഏറ്റവും വിലപ്പെട്ട സംഭാവനയായി, അല്ലെങ്കിൽ വിലമതിക്കാനാകാത്ത സംഭാവനയായി ഭാവിയിൽ അത് വിലയിരുത്താൻ പോകുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഉദാരവൽക്കരണത്തിൻ്റെ എന്ന ആശയത്തെ അദ്ദേഹം അവതരിപ്പിക്കുകയും ആ നടപടികൾ അദ്ദേഹം രാജ്യത്ത് കൊണ്ടുവരികയും അങ്ങനെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് അദ്ദേഹം അടിത്തറ പാകി എന്നുള്ളതുമായിരിക്കും. വളരെ സന്ദിഗ്ധമായ ഒരു ഘട്ടത്തിലാണ് പുതിയ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യം അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ധനമന്ത്രിയായ ഡോക്ടർ സിംഗിനെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം ധനമന്ത്രിയാകുന്നതും വളരെ ആകസ്മികമായിട്ടാണെന്ന് പിന്നീട് ഡോക്ടർ സിംഗ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുക്കുകയും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും പുതിയ ആശയങ്ങൾ, ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായ ഒരു സാമ്പത്തിക നയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ആശയത്തിലേക്ക് ഡോക്ടർ സിംഗ് കടക്കുകയും അതുമാത്രമാണ് നിലവിലെ ഘട്ടത്തിൽ ഏക പോംവഴി എന്ന് ഉറച്ചു വിശ്വസിച്ച ഡോക്ടർ സിംഗ് ആണ് ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അതിന് മൗനം കൊണ്ട് പിന്തുണ നൽകിയിരുന്നു പ്രധാനമന്ത്രി നരസിംഹറാവു. കോൺഗ്രസിൽ നിന്ന് വളരെ കുറച്ച് നേതാക്കളുടെ മാത്രമേ പിന്തുണയെ തനിക്ക് കിട്ടിയിരുന്നുള്ളൂ എന്ന് പിൻകാലത്ത് ഡോക്ടർ സിംഗ് പറഞ്ഞതും നമ്മുടെ മനസ്സിലുണ്ട്. ചരിത്രം തന്നോട് ദയ കാണിക്കും, ഹിസ്റ്ററി വിൽ ബി കൈൻഡ് ടു മീ ദാൻ ദ മീഡിയ, മാധ്യമങ്ങളെക്കാൾ ചരിത്രം എന്നോട് കരുണ കാണിക്കും എന്നാണ് പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വയം വിലയിരുത്തലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ സിംഗ് നൽകിയ രസകരമായ മറുപടി. ഡോക്ടർ സിംഗ് പല ഘട്ടങ്ങളിലും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയനാക്കപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയം അദ്ദേഹം ഒരു സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരുടേതായിട്ടുള്ള തന്ത്രങ്ങൾ ഡോക്ടർ സിംഗിന് ആ അർത്ഥത്തിൽ അറിയുമായിരുന്നില്ല. അദ്ദേഹം ഒരു തികഞ്ഞ അക്കാഡമിഷ്യനായിരുന്നു, ഒരു പ്രൊഫഷണൽ ആയിരുന്നു. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ കണിശതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആശയങ്ങൾ രൂപീകരിക്കുകയും നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ ആ കണിശതയും ആ പ്രൊഫഷണലിസവും അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചപ്പോഴും അദ്ദേഹത്തിന് കൈമുതലായി ഉണ്ടായിരുന്നു. ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും മതേതരത്വ സ്വഭാവം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുകയും ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് അത് സാക്ഷാത്കരിക്കാൻ പാകത്തിലുള്ള ഒന്നായിരിക്കണം രാജ്യത്തിൻ്റെ നയം എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിരുന്നു ഡോക്ടർ സിംഗ്. അതിൻ്റെ ഒരു ഫലമായിരുന്നു 1ാം UPA സർക്കാരിൽ കൊണ്ടുവന്നിട്ടുള്ള പല ക്ഷേമ പദ്ധതികളും നിയമനിർമ്മാണങ്ങളും ഒക്കെ. അതിൽ ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമനിർമ്മാണമായിരുന്നു വിവരാവകാശ നിയമം എന്നത്. രാജ്യത്തിൻ്റെ ഭരണ നടപടിക്രമങ്ങൾ സുതാര്യമായിരിക്കണം, അത് ഓരോ വ്യക്തിയും അറിയാൻ പാകത്തിലുള്ളതായിരിക്കണം എന്ന ആശയത്തിൻ്റെ വെളിച്ചത്തിലാണ് വിവരാവകാശ നിയമം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതിയായിരുന്നു. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. അതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന ഒന്നായിരുന്നു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുന്ന, മിനിമം തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതി ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയെ വളരെയധികം
സ്വാധീനിക്കുകയും അതിനെ മാറ്റി തീർക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി. ഇന്ത്യയിൽ പട്ടിണി ദാരിദ്ര്യം എന്നത് ഗരീബി ഹഠാവോ എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. അതിനെ പിന്തുടർന്നാണ് ഈ ഭക്ഷ്യസുരക്ഷാ നയം, ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഡോക്ടർ സിംഗിൻ്റെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് കൊണ്ടുവരുന്നത്. രാജ്യത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുക എന്നതായിരുന്നു ആ പദ്ധതിക്ക് പിന്നിലുള്ള ആശയം. ഇങ്ങനെ സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ ജനക്ഷേമം എന്നത് മുൻനിർത്തിയായിരുന്നു ഡോക്ടർ സിംഗിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത്, അദ്ദേഹം അധികാരത്തിലിരുന്ന കാലത്ത് നമ്മൾ അത്രയും ഫെയറായി ഒരു ഡോക്ടർ സിംഗിനെ വിലയിരുത്തിയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിന് പല സാഹചര്യങ്ങളും അന്നുണ്ടായിരുന്നു, പല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് 2G സ്പെക്ട്രം അഴിമതി, അതോടൊപ്പം കൽക്കരി കുംഭകോണം, ഒളിമ്പിക്സ് അഴിമതി എന്ന് തുടങ്ങിയിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്ന് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ആ സർക്കാരിനെ അതിന് കളങ്കം ഏൽപ്പിച്ചു. പക്ഷെ അപ്പോഴും വ്യക്തിപരമായി ഈ അഴിമതിക്കൊക്കെ അപ്പുറത്ത് സംശുദ്ധമായ ഒരു പ്രതിച്ഛായ നിലനിർത്താൻ ഡോക്ടർ സിംഗിന് കഴിഞ്ഞിരുന്നു. എന്നാൽ രണ്ടാം UPA സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ നേതാവ് എന്ന നിലയിൽ ഈ ആരോപണങ്ങളിൽ നിന്ന്, അതിൻ്റെ നിഴലിൽ നിന്ന് മാറി നിൽക്കാൻ ഡോക്ടർ സിംഗിന് കഴിഞ്ഞതുമില്ല. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയിരുന്നു. പല സന്ദർഭങ്ങളിലും പല ഇടപെടലുകളും പലപ്പോഴും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതൊക്കെ ഡോക്ടർ സിംഗിനെ അലോസരപ്പെടുത്തിയിരുന്നു എന്ന് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ ഇപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ വലിയ അഴിമതി ആരോപണങ്ങളിൽ ആടി ഉലയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സർക്കാർ ആടി ഉലയുമ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്, ഒരു കൂട്ടുകക്ഷി സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ പല തീരുമാനങ്ങളും ചില സമ്മർദ്ദങ്ങൾക്ക്, ചില സ്വാധീനങ്ങൾക്ക് ഒക്കെ വഴങ്ങിയെടുക്കേണ്ടി വരും എന്നായിരുന്നു. കൂട്ടുകക്ഷി സർക്കാരിൽ ആ തരത്തിലുള്ള ചില ബലഹീനതകളുണ്ട് എന്ന് ഡോക്ടർ സിംഗിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു ഈ ആരോപണങ്ങൾ കഠിനമായപ്പോൾ. ഏതായാലും ഇതൊക്കെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായ സന്ദർഭങ്ങളും സാഹചര്യം എങ്കിൽ പോലും ഡോക്ടർ സിംഗ് മിതഭാഷിയാവുകയും ആയ പ്രധാനമന്ത്രി, ഏറ്റവും ലളിതമായ ജീവിതം നയിച്ച പ്രധാനമന്ത്രി, സുതാര്യമായ ഭരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ആ പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണതലത്തിലെ ഓരോ ചലനങ്ങളും അറിയാൻ അധികാരവും അവകാശവും ഉണ്ട് എന്ന ഭരണഘടനാ മൂല്യത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി, ജനാധിപത്യവും മതേതരത്വവുമാണ് ഇന്ത്യയുടെ ആത്മാവ്, ഇന്ത്യയുടെ മുഖച്ഛായ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി. ഈ നിലയിലെല്ലാം ഡോക്ടർ സിംഗ് വ്യക്തിപരമായും അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയിലും എടുത്ത തീരുമാനങ്ങളും അദ്ദേഹം പ്രകടിപ്പിച്ച ധൈര്യവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമൊക്കെ ചരിത്രം ഏറ്റവും മേന്മയുള്ളതായി വിലയിരുത്തും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. നിഗംബോധ് ഘട്ടിൽ ഡോക്ടർ സിംഗ് 92-ാം വയസ്സിൽ അദ്ദേഹം നമ്മുടെ ഇടയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിക്കുന്നത് ഈ സൽപ്പേരാണ് എന്ന് നമുക്ക് തീർത്തും പറയാം. ഡോക്ടർ സിംഗിന് യാത്രയയപ്പ് നൽകാൻ വേണ്ടി തടിച്ചുകൂടിയവരുടെ കൂട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഇന്ത്യയിലെ ക്യാബിനറ്റ് മന്ത്രിമാർ ഒക്കെ തന്നെയുണ്ട്. അവർ പ്രണാമം അർപ്പിച്ചു കഴിഞ്ഞു, അവർ പുഷ്പചക്രം അർപ്പിച്ചു. ആദരവോടുകൂടി യാത്രയയപ്പ് നൽകുകയാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്.